السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اغفر لنا خطيئتنا وجهلنا وإسرافنا في أمرنا. اللهم اغفر لنا جدنا وهزلنا وخطأنا وعمدنا وكل ذلك عندنا. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا وما أنت أعلم به منا. أنت المقدم وأنت المؤخر وأنت إلهنا وأنت على كل شيء قدير. اللهم إنا نعوذ برضاك من سخطك وبمعافاتك من عقوبتك ونعوذ بك منك. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة، من شر التي قبلها ومن شر التي بعدها. اللهم إنا نسألك العفو والعافية والمعافاة. أما بعد. സഹോദരങ്ങളെ, അഖീദത്തു അൽ വാസിത്തിയ്യയിൽ അള്ളാഹുവിൻ്റെ റുഇയ, അവൻ നമ്മെ കാണും എന്ന അവൻ്റെ സിഫത്തിനെ കുറിച്ചുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം സൂറത്തുൽ അലഖിലെ ആയത്താണ് ഈ വിഷയത്തിൽ ആദ്യം ഉദ്ധരിച്ചിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞു, അലം യഅലം ബി അന്നല്ലാഹ യറ. അലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ലേ, അവൻ മനസ്സിലാക്കിയില്ലേ, ബി അന്നല്ലാഹ യറ, അള്ളാഹു കാണുന്നുണ്ട് എന്ന്. സൂറത്തു അൽ അലഖിലെ ഈ ആയത്തുകൾ അബൂജഹൽ ലഅനഹുല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് കഅബയുടെ അരികിൽ സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ മുഹമ്മദിൻ്റെ തല ഞാൻ ചവിട്ടി ഞെരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവതരിച്ച ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അതേക്കുറിച്ച്, അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വ അലം യഅലം ബിഅന്ന അല്ലാഹ യറ അറഅയ്ത ഇൻ കദ്ദബ വതവല്ല അലം യഅലം ബിഅന്ന അല്ലാഹ യറ അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല. ഒരടിമ നിസ്കരിക്കാൻ നിന്നപ്പോൾ അവനെ ആ അടിമയെ തടയുന്ന ഒരുവനെ നീ കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശിരസിൽ ചവിട്ടുമെന്ന് പറഞ്ഞവൻ വന്നു. പക്ഷേ അവൻ നബിയുടെ അരികിലേക്ക് വന്നപ്പോൾ തീ കൊണ്ടുള്ള വലിയ കിടങ്ങും അതുപോലെ ഭീതിപ്പെടുത്തുന്ന ഒരു രൂപവും അബൂജഹൽ കാണുകയുണ്ടായി. എന്നിട്ട് അവൻ പിന്നോക്കം പോയി. അവനോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു രൂപം ഞാൻ കാണുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെങ്ങാനും എൻ്റെ തലയിൽ ചവിട്ടാൻ വന്നിരുന്നെങ്കിൽ അബൂജഹലിനെ കഷ്ണം കഷ്ണമായി അവൻ പിച്ചു ചീന്തപ്പെടുമായിരുന്നു, മലക്കുകൾ അവനെ കഷ്ണം കഷ്ണമാക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേക്കുറിച്ചുള്ള ആയത്തുകളാണ് സൂറത്തുൽ അലഖിലെ ഞാൻ നേരത്തെ ഓതിയ ആയത്തുകൾ. അള്ളാഹു അവിടെയാണ് പറഞ്ഞത്, അലം യഅലം ബി അന്നല്ലാഹ യറ, അവൻ അറിഞ്ഞില്ലേ, ബി അന്നല്ലാഹ യറ, അള്ളാഹു കാണുന്നുണ്ട് എന്ന്. അള്ളാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നോക്കൂ, സൂറത്തു ശുഅറായിൽ അള്ളാഹു പറഞ്ഞു, അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ. അല്ലദീ യറാക, ഏതൊരുവനാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് നബിയെ അങ്ങേ, ഹീന തഖൂം, താങ്കൾ എഴുന്നേൽക്കുമ്പോഴും, വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ താങ്കൾ ചലിക്കുമ്പോഴും അള്ളാഹു താങ്കളെ കണ്ടുകൊണ്ടിരിക്കുന്നു.
അതുപോലെ റബ്ബ് പറഞ്ഞു വഖുൽ അഅ്മലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽമുഅ്മിനൂൻ. വഖുൽ അഅ്മലു, നബിയെ പറയുക നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളൂ, ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കണ്ടുകൊള്ളും, വറസൂലോ, അവൻ്റെ റസൂലും കണ്ടുകൊള്ളും, വൽമുഅ്മിനൂൻ, മുഅ്മിനുകളും കണ്ടുകൊള്ളും. അഥവാ മുനാഫിഖുകൾ തബൂക്ക് യുദ്ധത്തിന് പോകാതിരിക്കുകയും തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വന്നപ്പോൾ അവർ പല ഒഴിവുകഴിവുകൾ കളവുകൾ പറയുകയും ചെയ്തപ്പോൾ ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണിത്. നബി അവരോട് പറയുക, നിങ്ങൾ പോകൂ, നിങ്ങൾ പ്രവർത്തിക്കൂ, നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾ കാണട്ടെ, അള്ളാഹു അത് കാണും, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നുണ്ട്, നബി കാണും, നിങ്ങളുടെ കൂടെയുള്ള മുഅ്മിനീങ്ങളും കാണും. ഇവിടെ അള്ളാഹു കാണും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും, മുഅ്മിനീങ്ങൾ കാണുമെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചയും മുഅ്മിനീങ്ങളുടെ കാഴ്ചയും പടപ്പുകളുടെ കാഴ്ചയാണ്. എന്നാൽ അള്ളാഹുവിൻ്റേത് അവന് യോജിച്ച, അവൻ്റെ മഹത്വത്തിന് യോജിച്ച അവൻ്റെ കാഴ്ചയാണ്. അവൻ സകലതും കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ശ്രേഷ്ഠമായ വിശേഷണങ്ങളിൽ ഒന്നാണത്. ഇനി നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അള്ളാഹുവിൻ്റെ സിഫത്തുകളായി വന്നിട്ടുള്ള ഇതുവരെ നമ്മൾ പറഞ്ഞ സിഫത്തുകളിൽ നിന്ന് വ്യത്യസ്തമായ ചില സിഫത്തുകൾ ആണ് ഇനിയുള്ള ആയത്തുകളിലൂടെ അതിനുള്ള തെളിവുകളാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. വഖൗലു, അള്ളാഹു പറഞ്ഞു വഹുവ ഷദീദുൽ മിഹാൽ, വഹുവ ഷദീദുൽ മിഹാൽ. സൂറത്തു റഅദിൽ അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞതാണ്. വഹുവ, അവൻ ഷദീദ്, ശക്തമായ മിഹാലുള്ളവനാണ്. എന്താണ് മിഹാൽ എന്നാൽ? മിഹാൽ എന്നതിന് രണ്ട് പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ഉണ്ട്. ഒന്ന്, കഠിനമായി ശിക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. രണ്ടാമത്തേത് തന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ രണ്ടാമത് പറഞ്ഞ അർത്ഥമാണ് അദ്ദേഹം ഈ ആയത്തിന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു അലം, അതുകൊണ്ടാണ് ബാക്കിയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. ആ അർത്ഥം വരുന്ന ആയത്തുകളാണ് ഇനിയുള്ളത്. സൂറത്തു ആല ഇമ്രാനിൽ ആയത്താണ് അടുത്തത്. വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. വമക്കറു, അവർ തന്ത്രം പ്രയോഗിച്ചു. വമക്കറല്ലാഹ്, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അവൻ തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും നല്ലവനാണ്. വഖൗലു, അടുത്ത സൂറത്തു താരിഖിലെ ആയത്താണ്. ഇന്നഹും യകീദൂന കൈദ. എന്താണ് ബാക്കി? വ അകീദു കൈദ. ഇന്നഹും യകീദൂന കൈദ, അവർ ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. വ അകീദു കൈദ, ഞാനൊരു തന്ത്രം പ്രയോഗിക്കുന്നു. അതുപോലെ സൂറത്തു നംലിലെ ആയത്ത് വമക്കറു മക്റ വമക്കർനാ മക്റ വഹും ലാ യശ്ഉറൂൻ. വമക്കറു മക്റ, അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു. വമക്കർനാ മക്റ, നാം ഒരു തന്ത്രം പ്രയോഗിച്ചു. വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാത്ത രൂപത്തിൽ. ഈ സിഫത്തുകളുടെ പ്രത്യേകത ഇത് ബാക്കിയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ സിഫത്തുകൾ പോലെ അല്ല, മറിച്ച് ഇതിന് പ്രത്യേകമായ ചില പാഠങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. ഏതുപോലെ? ഇപ്പോൾ പറഞ്ഞ ആയത്തുകളിലുള്ള അല്ലാഹു മിഹാൽ എന്ന് പറഞ്ഞതുപോലെ, അതുപോലെ മഖർ, കെയ്ദ്, ഇതൊക്കെ തന്ത്രം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, ഒരാൾക്ക് അല്ലെങ്കിൽ ഒന്നിനെ അപകടത്തിൽപ്പെടുത്തുക, ഷർറ് എത്തിച്ചു കൊടുക്കുക, അയാൾ അറിയാത്ത വഴിയിലൂടെ, അയാൾ വിചാരിക്കാത്ത വഴിയിലൂടെ അയാളെ അപകടത്തിൽ അല്ലെങ്കിൽ ശിക്ഷയിൽപ്പെടുത്തുക. ഇതാണ് മക്കറിൻ്റെ, ഖെയ്ദിൻ്റെ അർത്ഥം. ഇതുപോലെ ഉള്ള വേറെയും കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അവനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് കാണാം. ഉദാഹരണത്തിന് അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ്, മുനാഫിഖുകൾ അള്ളാഹുവിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. വഹുവ ഖാദിഉഹും, അള്ളാഹു അവരെയാണ് കബളിപ്പിക്കുന്നത്. അതുപോലെ അള്ളാഹു പറഞ്ഞു മുനാഫിഖുകളെ കുറിച്ച് തന്നെ, വഇദാ ലഖുൽ ലദീന ആമനു ഖാലു ആമന്ന വഇദാ ഖലൂ ഇലാ ശയാത്തീനിഹിം ഖാലു ഇന്ന മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. എന്താണ് ബാക്കി?
അള്ളാഹു യസ്തഹ്സിഉ ബിഹിം, അള്ളാഹു യസ്തഹ്സിഉ ബിഹിം. അവർ മുനാഫിക്കുകൾ മുഅ്മിനുകളെ കണ്ടാൽ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരവരുടെ ശൈത്താന്മാരുടെ അടുത്തെത്തിയാൽ പറയും ഞങ്ങൾ പരിഹസിക്കുക മാത്രമാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. അള്ളാഹു യസ്തഹ്സിഉ ബിഹിം, അള്ളാഹു അവരെ പരിഹസിക്കുന്നു. അതുപോലെ മുനാഫിക്കുകളെ കുറിച്ച് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ പറയുകയുണ്ടായി, അവർ യസ്ഖറൂൻ, അവർ പരിഹസിക്കാൻ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു സഖർ അള്ളാഹു മിൻഹും, അള്ളാഹു അവരെ പരിഹസിച്ചിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പരിഹസിച്ചിരിക്കുന്നു. പരിഹസിക്കുക, കബളിപ്പിക്കുക, തന്ത്രം പ്രയോഗിക്കുക തുടങ്ങിയ വാക്കുകൾ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഈ സിഫത്തുകൾ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുമ്പോൾ ബാക്കിയുള്ള സിഫത്തുകൾ പറഞ്ഞതുപോലെ മുത്ലഖൻ അഥവാ നിരുപാധികം പറഞ്ഞുകൂടാ, നിരുപാധികം പറഞ്ഞുകൂടാ. മറിച്ച് മുഖയ്യദൻ അഥവാ ഉപാധികളോടെ മാത്രമേ പറയാവൂ. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണത്? കാരണം പരിഹസിക്കുക, കബളിപ്പിക്കുക, തന്ത്രം പ്രയോഗിക്കുക. തന്ത്രം എന്നത് ചുരുക്കി പറഞ്ഞ മലയാള പരിഭാഷയാണ്. അതിൻ്റെ വിശദമായൊരു പരിഭാഷ മക്റിന് കെയ്തി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? വിചാരിക്കാത്ത രൂപത്തിൽ അപകടത്തിൽപ്പെടുത്തുക, വിചാരിക്കാത്ത രൂപത്തിൽ ശിക്ഷിക്കുക. അതാണ് കെയ്ദിൻ്റെ മക്കറിൻ്റെ അർത്ഥം. വിശദമായി പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, ഈ ഒരു വിശേഷണം തന്ത്രം പ്രയോഗിക്കുക, പരിഹസിക്കുക, കബളിപ്പിക്കുക, ഈ വക വിശേഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ദമ്മിൻ്റെ അർത്ഥത്തിൽ ഒരാളെ ആക്ഷേപിക്കാൻ ഒരു മോശമായ വിശേഷണം ആയിട്ടും പറയും, അല്ലാതെയും പറയും, അല്ലാതെയും പറയും. അല്ലാതെ എങ്ങനെ നോക്കിയാലും അത് ഏറ്റവും നല്ല അർത്ഥത്തിൽ മാത്രമേ വരികയുള്ളൂ. അങ്ങനെയുള്ള സിഫത്തല്ല അത്. അത് തെറ്റായ മോശമായ അർത്ഥത്തിൽ ഒരാളുടെ മോശം വിശേഷണമായി അത് ഉപയോഗിക്കും, നല്ല വിശേഷണമായും ഉപയോഗിക്കുന്ന വിശേഷണങ്ങളാണിത്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ഇത് പറയുമ്പോൾ മനസ്സിലാക്കുക, അതിൻ്റെ ശരിയായതും ഏറ്റവും നല്ലതുമായ അർത്ഥത്തിൽ മാത്രമേ അത് വരുന്നുള്ളൂ. നിങ്ങൾ നോക്കൂ, അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് പറഞ്ഞിട്ടുള്ളത്, ഈ സിഫത്തുകൾ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യുന്നവരോട് അള്ളാഹു അങ്ങനെ ചെയ്യുമെന്ന രൂപത്തിൽ മാത്രമാണ്. പൊതുവെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ വന്ന സന്ദർഭങ്ങളുണ്ട്, പക്ഷെ അവിടെയും ഈ അർത്ഥമാണ്. അതിന് യോജിച്ച ആളുകൾ. നിങ്ങൾ നോക്കൂ, ഈ ഉദ്ധരിച്ച ആയത്തുകളിൽ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഉദ്ധരിച്ച ആയത്തിൽ തന്നെ വമക്കറു വമക്കർ അല്ലാഹ്, അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ അടിമകളോട്, മുഅ്മിനീങ്ങളോട്, ഇസ്ലാമിനോട് കുതന്ത്രവുമായി നടക്കുന്ന, അവർ വിചാരിക്കാത്ത രൂപത്തിൽ അപകടത്തിൽപ്പെടുത്താൻ നടക്കുന്നവനോട് അള്ളാഹു റബ്ബുൽ ആലമീൻ അതുപോലെ പെരുമാറുക, അതുപോലെ അള്ളാഹു അവന് മേൽ നടപടിയെടുക്കുക എന്നത് ഖൈറായ കാര്യമാണ്. അവന് യോജിച്ചത് അതാണ്, അവന് യോജിച്ചത് അതാണ്. അവൻ കുതന്ത്രമാണ് പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ട് അവനത് യോജിച്ചതാണ്, അവൻ അതുപോലെ പ്രതികരിക്കുക എന്നത്. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അതുപോലെ മുനാഫിഖുകൾ അള്ളാഹുവിനെ, അവൻ്റെ ദീനിനെ പരിഹസിക്കാൻ ശ്രമിക്കുന്നു, അള്ളാഹു അവരെ പരിഹസിക്കുന്നു, അത് അവർക്ക് യോജിച്ചതാണ്. അതുപോലെ അവർ അള്ളാഹുവിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു അവരാണ് കബളിപ്പിക്കുന്നത്. അവർ വിചാരിക്കുന്നു തങ്ങൾ രക്ഷപ്പെടും, പക്ഷേ രക്ഷപ്പെടുകയില്ല. ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നല്ല രൂപത്തിൽ മാത്രമേ അള്ളാഹുവിന് അത് മനസ്സിലാക്കാവൂ എന്നാണ്. അതല്ലാതെ എന്തു പറയരുത്, നിരുപാധികം അള്ളാഹുവിൻ്റെ സിഫത്താണത് എന്ന് പറയരുത്. അതുകൊണ്ട് തന്നെ ഈ സിഫത്തുകളിൽ നിന്ന് അള്ളാഹുവിന് പേരുണ്ടാക്കി പറയാൻ പാടില്ല. ഇപ്പോൾ മക്കർ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ തന്ത്രം പ്രയോഗിച്ചു എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അൽ മാക്കിർ എന്ന് പറയാമോ? പാടില്ല. അള്ളാഹു അവരെ പരിഹസിച്ചിരിക്കുന്നു, കബളിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മുഖാദ എന്ന് അള്ളാഹുവിന് പേര് പറയാൻ പാടുണ്ടോ? പാടില്ല. അവിടെയാണ് മറ്റൊരു പാഠമുള്ളത്. ശരിക്കും മനസ്സിലാക്കുക, അസ്മാ സിഫാത്തിൽ ഉള്ള ഒരു ഖായിദയാണ്, ഒരു അടിസ്ഥാന നിയമമാണ്. അള്ളാഹുവിൻ്റെ ഏത് പേരിലും അവൻ്റെ വിശേഷണം ഉണ്ടാകും, ഒന്നോ അതിലധികമോ. റഹ്മാൻ, അവൻ്റെ ഏത് വിശേഷണമാണ് ആ പേരിലുള്ളത്?
റഹ്മത്ത് എന്ന വിശേഷണം. അസീസ്, അള്ളാഹുവിൻ്റെ ഏത് വിശേഷണമാണ് ആ പേരിലുള്ളത്? ഇസ്സത്ത് എന്ന വിശേഷണം. ഇങ്ങനെ ഏതേതു പേരിനും അവൻ്റെ ഒരു വിശേഷണം അല്ലെങ്കിൽ ഒന്നിലധികം വിശേഷണങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഹക്കീം എന്ന പേരിൽ അള്ളാഹുവിൻ്റെ ഒന്നിലധികം വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹൈക്മത്ത് എന്ന വിശേഷണമുണ്ട്, ഹുക്ം എന്ന വിശേഷണമുണ്ട്. അവൻ യുക്തിയുള്ളവനാണ്, അതുപോലെ അവൻ വിധി കൽപ്പിക്കുന്നവനാണ് എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ, ഒന്നോ അതിലധികം വിശേഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ നേരെ തിരിച്ച് എല്ലാ സിഫത്തുകളും അള്ളാഹുവിന് ഇന്ന സിഫത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ അത് പേരാക്കി പറയാൻ പാടില്ല. എല്ലാത്തിനും അങ്ങനെ പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? എല്ലാത്തിനും അങ്ങനെ പറയാൻ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറഞ്ഞ വിശേഷണങ്ങൾ. ഈ വിശേഷണങ്ങളിൽ നിന്ന് അവൻ്റെ പേരായി പറയാൻ പാടില്ല. അവൻ്റെ പേരായി ആ വിശേഷണങ്ങളെ മാറ്റി ആ പദത്തെ ഫായിലിൻ്റെ രൂപത്തിലേക്കാക്കി ഇത് അള്ളാഹുവിൻ്റെ പേരാണ് എന്ന് പറഞ്ഞുകൂടാത്തതാകുന്നു. കാരണം അള്ളാഹുവിൻ്റെ പേരുകൾ മുഴുവൻ ഹുസ്ന, ഏറ്റവും നല്ല പേരുകളാണ്. ഹുസ്ന എന്ന് പറഞ്ഞാൽ ആ പേരുകൾ ഏറ്റവും ഭംഗിയുള്ളതാണ്, അതിൻ്റെ അർത്ഥം ഭംഗിയുള്ളതാണ്. അതുപോലെ ആ പേര് പറഞ്ഞ വിശേഷണം അവന് ഉള്ളതാണ്, അവനില്ലാത്ത വിശേഷണങ്ങൾ അവന് പേരായി പറയുകയില്ല. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. എന്ത്? യുഅ്ദീനി ഇബ്നു ആദം, ആദമിൻ്റെ പുത്രൻ എന്നെ ആക്ഷേപിക്കുന്നു, അവൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അള്ളാഹുവിനൊരു ഉപദ്രവം ഏൽക്കുകയില്ല. യസുബുദ്ദഹർ, എന്ത് ചെയ്തിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്? കാലത്തെ ചീത്ത പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു, വഅന അദ്ദഹർ. എന്താ വഅന അദ്ദഹർ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഞാനാണ് കാലം എന്നാണ് നേർക്കേറർത്ഥം. പക്ഷേ എന്താണ് അതിൻ്റെ വിശദീകരണം? തൊട്ടുടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്, ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവും പകലും ഞാൻ മാറ്റിമറിച്ചു കൊണ്ടുവരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവാണ് കാലത്തെ കൊണ്ടുവരുന്നവൻ. കാലം അള്ളാഹുവിൻ്റെ പടപ്പാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ കാലം അവന് ബാധകമല്ല. അള്ളാഹുവിന് അത് നമുക്കാണ്. ഇന്ന്, ഇന്നലെ, നാളെ ഇതൊക്കെ ബാധകം നമുക്കാണ്, റബ്ബിനത് ബാധകമല്ല. അപ്പോൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ വാൻ അദ്ദഹർ എന്ന് പറഞ്ഞത് അതിൽ നിന്ന് എന്തു മനസ്സിലാക്കരുത്? അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അദ്ദഹർ എന്ന് മനസ്സിലാക്കരുത്. അങ്ങനെ പറഞ്ഞ ചില ആളുകളുണ്ട്, തെറ്റാണ്. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നായി ചിലർ എന്തിനെണ്ണി? അദ്ദഹർ, കാലം. അള്ളാഹുവിൻ്റെ പേരല്ല. അത് മനസ്സിലാക്കാൻ ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. എന്താണ്? അള്ളാഹുവിൻ്റെ പേരുകളെല്ലാം അൽ ഹുസ്ന, ഏറ്റവും നല്ല അർത്ഥമുള്ള പേരുകളാണ്. അദ്ദഹർ എന്ന പേരിൽ, കാലം എന്ന പേര് എന്ത് വിശേഷണമാണ്? ഒരു വിശേഷണവും അതിലില്ല. അതിൽ ഒരു ഭംഗിയോ ഒരു പ്രത്യേക നന്മയോ പറയാനില്ല. കാലം എന്ന ഒരു വാക്കിൽ അള്ളാഹുവിൻ്റെ പേരുകൾ മുഴുവൻ അവൻ്റെ ഉന്നതമായ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന പേരുകളാണ്. അള്ളാഹുവിൻ്റെ ഓരോ പേരും. അപ്പോൾ നോക്കൂ, പറയുക, മനസ്സിലാക്കുക, പേരുകളിൽ വിശേഷണങ്ങളുണ്ട്. പക്ഷെ വിശേഷണങ്ങളെ പേരാക്കി എല്ലാ വിശേഷണത്തെയും പറയാൻ പാടില്ല. സിഫത്തിനെ ഇസ്മാക്കി പറയാൻ പാടില്ല, എല്ലാ സിഫത്തിനെയും. ഇസ്മിൽ നിന്ന്, എന്നാൽ ഇസ്മിൽ ഏത് ഇസ്മാണെങ്കിലും അതിനെന്തുണ്ടാവും? അള്ളാഹുവിൻ്റെ സിഫത്തിൻ്റെ വിശേഷണങ്ങളുണ്ടാവും. അത് അവൻ്റെ പേരുകളുടെ ഹുസ്നിൻ്റെ, ഭംഗിയുടെ ഭാഗം കൂടിയാണ്. അവൻ്റെ പേരുകളുടെ ഭംഗിയുടെ, മനോഹാരിതയുടെ ഭാഗം കൂടിയാണ്. അപ്പം മനസ്സിലാക്കുക, ഈ സിഫത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ പറഞ്ഞിട്ടുള്ളത് മുഖയ്യദായി, അഥവാ ആ ഉപാധികളോടെ മാത്രമാണ്. നിരുപാധികം പറഞ്ഞുകൂടാ. മറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ പറയാം. അഥവാ അള്ളാഹു തന്ത്രം പ്രയോഗിക്കും. ആരോട്? അതിന് യോജിച്ച ആളുകളോട്. അള്ളാഹു പരിഹസിക്കും ആരെ? അതിനർഹതപ്പെട്ടവരോട്. അള്ളാഹു കബളിപ്പിക്കും ആരെ? അതിന് യോജിച്ച ആളുകളെ. എന്താണ് അള്ളാഹു കബളിപ്പിക്കുമെന്ന് പറഞ്ഞാൽ? മുനാഫിഖുകൾ അവർ ദുനിയാവിൽ മുഅ്മിനീങ്ങളുടെ കൂടെ ബാഹ്യമായി നിൽക്കുകയാണ്, ആന്തരികമായി അവർ മുഅ്മിനീങ്ങളുടെ കൂടെയല്ല. നിങ്ങൾ നോക്കൂ, പരലോകത്ത് ഇതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ മുഅ്മിനീങ്ങളുടെ കൂടെ നിർത്തും. ആദ്യം അവർ വിചാരിക്കും ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുമെന്ന്. എത്രത്തോളം കുഫാറുകൾ, മുശ്രിക്കുകൾ നരകത്തിൽ ചാടിയാൽ പോലും മുനാഫിഖുകൾ നരകത്തിൽ ചാടുന്നില്ല ആ സമയത്ത്. മറിച്ച് അവർ മുഅ്മിനീങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ടൊടുവിൽ അതാ സിറാത്ത് പാലത്തിൻ്റെ അരികിലെത്തിയാൽ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു വെളിച്ചം നൽകിയാൽ പെട്ടെന്ന് ഇവരുടെ വെളിച്ചം അള്ളാഹു കെടുത്തിക്കളയും. അവർ വിചാരിക്കും അഹ്സബൂന അന്നഹും അലാ ഷൈ, ഞങ്ങളെന്തോ കാര്യത്തിനാണ്, ഞങ്ങളിതാ ജയിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് എന്നവർ വിചാരിക്കും. പക്ഷേ
ആ വിചാരിച്ചത് ശരിയാവുകയില്ല. അള്ളാഹു അവരെ കബളിപ്പിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. അഥവാ അള്ളാഹു ഇങ്ങനെ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ നേരത്തെ സിഫത്തുകളെ കുറിച്ച് പറഞ്ഞ കാര്യം തന്നെയാണ്, ആ പാഠം തന്നെയാണ് മറ്റൊരർത്ഥത്തിലൂടെ വരുന്നത്. എങ്ങനെ? അഥവാ മക്കർ, തന്ത്രം പ്രയോഗിക്കുക, കബളിപ്പിക്കുക, അതുപോലെ പരിഹസിക്കുക പോലെയുള്ള കാര്യങ്ങൾ അള്ളാഹു അവന് യോജിച്ച രൂപത്തിൽ അതിന് അർഹതപ്പെട്ടവരോട് അവൻ ചെയ്യും. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ സാധാരണ നമ്മൾ പറയുമ്പോൾ അള്ളാഹു റഹ്മാനാണ്, അവൻ റഹ്മത്ത് ചൊരിയുന്നവനാണ് എന്ന് നമ്മൾ പറയും പോലെ നിരുപാധികം ഈ സിഫത്തുകളെ പറഞ്ഞുകൂടാ. മറിച്ച് അതിൻ്റെ സന്ദർഭത്തിലേ പറയാൻ പാടുള്ളൂ. അള്ളാഹു മുഅ്മിനീങ്ങളെ ദ്രോഹിക്കുന്ന, കുതന്ത്രം പ്രയോഗിക്കുന്ന ആളുകളോട് തന്ത്രം പ്രയോഗിക്കും. അവർക്ക് യോജിച്ച തന്ത്രം അള്ളാഹു പ്രയോഗിക്കും. ഇങ്ങനെയുള്ള ആളുകളോട് അള്ളാഹു അത് പ്രയോഗിക്കും. ഈ രൂപത്തിൽ അതിന് യോജിച്ച അർത്ഥത്തിൽ, അതിൻ്റെ നല്ല അർത്ഥത്തിൽ അള്ളാഹു അത് പ്രയോഗിക്കും എന്ന് പ്രത്യേകം പറയണം. അങ്ങനെ അല്ലാതെ പറഞ്ഞുകൂടാ. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്നതും ഉണ്ട് എന്ന് പറയുന്നതും ഇല്ല എന്ന് പറയുന്നതുമായ ഏതേത് കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. എന്തെങ്കിലുമൊക്കെ റബ്ബിനെ കുറിച്ച് പറയാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഗുരുതരമായ അബദ്ധമാണ് നമുക്ക് സംഭവിക്കുക. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ ദീനെ സഹായിക്കുകയാണ് എന്ന്. നിങ്ങൾ കേട്ടിട്ടില്ലേ സുബ്ഹാനല്ലാഹ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്? ഒരാൾ ഒരു താബിഈ കാണുകയാണ്, ഒരു നരച്ച വെളുത്ത ഒരു മനുഷ്യൻ. അദ്ദേഹം ഇയാളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ആരോടെങ്കിലും ദേഷ്യം പിടിച്ചാൽ ഒരിക്കലും എന്തു പറയരുത്, അള്ളാഹു ഒരിക്കലും നിനക്ക് പുറത്തു തരില്ല എന്ന് പറയാൻ പാടില്ല. അപ്പം ഇദ്ദേഹം പറഞ്ഞു, നമ്മളൊക്കെ അത് ദേഷ്യം പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കാണല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത്, ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾ, ഈ വെളുത്ത പ്രായമേറിയ ആൾ അബൂ ഹുറൈറയാണ് റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, പണ്ട് കാലത്ത് ജീവിച്ച 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന നല്ലവനായ മനുഷ്യനാണ്, മറ്റേ ആൾ ഒരു പാപിയാണ്, മറ്റേ ആൾ തെറ്റുകാരനാണ്. ഈ നല്ല മനുഷ്യൻ ഈ പാപിയെ ഉപദേശിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ഉപദേശിക്കും. അപ്പോൾ ഇയാൾ പറയും, ഖല്ലിനി വറബ്ബി, എന്നെ എൻ്റെ റബ്ബിനെ വിട്ടേക്കും, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നിങ്ങനെ പറയും. അങ്ങനെ വീണ്ടും ഉപദേശിക്കും. ഇയാളെ തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ പിന്നെ ഉപദേശിക്കും. ഒരിക്കലും ഈ തെറ്റ് ചെയ്യുന്നത് കണ്ടു ഇപ്പോൾ ഇയാൾക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കണം, ചിന്തിക്കണം, സുബ്ഹാനല്ലാഹ്, ഇത് നല്ലൊരു മനുഷ്യനാണ്, ഇയാൾ തിന്മ വിലക്കിയതാണ്. പക്ഷേ പറയാൻ പാടില്ലാത്തൊരു വാക്ക് ഇയാൾ പറഞ്ഞു. തിന്മ വിലക്കി ഈ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹു നിനക്കൊരിക്കലും പുറത്തു തരികയില്ല. ഈ 2 പേരും മരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 2 പേരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് എന്താണ് പറയുക? മൻ യതഅല്ല അലൈ, എൻ്റെ മേലെ, എന്നെക്കുറിച്ച് ഇങ്ങനെ അറിയാത്തത് പറയാൻ സത്യം ചെയ്ത്, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക് എന്നാണ് അയാൾ പറഞ്ഞത്. അള്ളാഹു നിനക്ക് പുറത്തു തരും. എൻ്റെ പേരിൽ സത്യം ചെയ്ത് ഇങ്ങനെ അറിയാത്തത് പറയാൻ ഇവൻ ആരാണ്? എന്നിട്ട് അള്ളാഹു പറയും, നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. ആരോട്? ഈ തെറ്റ് ചെയ്ത മനുഷ്യനോട്. മറ്റേ ആളോട് പറയും, വഅഹ്ബത്തു അമലക്, നിൻ്റെ അമൽ ഞാൻ പൊളിച്ചളഞ്ഞിരിക്കുന്നു. അല്ലാഹു അക്ബർ. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കലിമ അയാളുടെ ദുനിയാവും ആഖിറത്തും നശിപ്പിച്ചു കളഞ്ഞു. എന്തേ സംഭവിച്ചത്? എന്താണ്? അതിനാണ് തഅല്ലി അലല്ലാഹ് എന്ന് പറയുക. അള്ളാഹുവിൻ്റെ മേൽ നീ നിനക്കറിയാത്തത് പറയരുത്. അള്ളാഹു പറഞ്ഞത് അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടുള്ളൂ. അള്ളാഹു ഒരാൾക്ക് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല എന്ന് പറയാൻ നീ ആരാണ്? അള്ളാഹു പറഞ്ഞവരെ കുറിച്ചല്ലാതെ നീ അങ്ങനെ പറയരുത്. അതുപോലെ വ്യക്തികളെ ചൂണ്ടി ഇതുപോലുള്ള വാക്കുകൾ പറയുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒക്കെ നിങ്ങൾ ദുനിയാവിൽ ഈ 2 പേരും എങ്ങനെയായിരുന്നു, പക്ഷെ പരലോകത്ത് എന്തായി എന്നത് ചിന്തിക്കുക. ചില ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് എന്തും പറയും. ഇത് ശിക്ഷയെക്കുറിച്ചാണെങ്കിൽ നേരെ തിരിച്ചു പറയരുത്. ഒരാൾ നമുക്ക് വളരെ സാലിഹായ ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ കണ്ടത്, മരിച്ചു, നമ്മൾ പറയണം അയാൾ സ്വർഗത്തിലാണ്,
അയാളൊക്കെ സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിൽ ആര് സ്വർഗത്തിൽ പോകും? ഇങ്ങനെയൊക്കെ പറയുന്ന ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, അവർ പല തിന്മകളും ചെയ്ത ആളായിരിക്കും, പക്ഷെ ഇവനെന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾക്ക് തീരെ സൂക്ഷ്മതയില്ല ഇത്തരം കാര്യങ്ങളിൽ. ഇതിനിടയിൽ ഒരു ദീൻ പഠിച്ചു എന്നൊക്കെ പറയുന്ന ഒരാൾ പ്രസംഗിച്ചത് കേൾക്കുകയുണ്ടായി. എന്താണ്? അയാളുടെ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്കോ അതുപോലത്തെ കുറേ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പണക്കാരനെ കുറിച്ച് പറയുകയാണ്. അയാൾ മരണപ്പെട്ട പിറ്റേന്ന് പറയാൻ, എന്ത് ഇന്നലെ അയാളെ മലായിക്കത്ത് ഇങ്ങനെ പരലോകത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. തൃപ്തിയടഞ്ഞ ആത്മാവെ, നിന്റെ റബ്ബിലേക്ക് തൃപ്തി അടഞ്ഞുകൊണ്ട് പുറപ്പെട്ടോളൂ, സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ അദ്ദേഹത്തെ മലക്കുകൾ കൊണ്ടുപോയത്. ആരാണ് ഇയാളോട് ഇത് പറഞ്ഞു കൊടുത്ത്? ഇയാൾ കണ്ടിട്ടുണ്ടോ? ഇയാൾ കേട്ടിട്ടുണ്ടോ? പറയാൻ പാടില്ല നിങ്ങളുടെ വാക്ക്, നമുക്കറിയില്ല. മറിച്ച് നമ്മൾ മുഅ്മിനുകളെ കുറിച്ച് നല്ലത് പ്രതീക്ഷിക്കുന്നു, പാപികളെ കുറിച്ച് നമ്മൾ ഭയപ്പെടുന്നു. ഇതാണ് നമ്മുടെ നിലപാട്. മനസ്സിലായില്ലേ? അതേസമയം മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം? ഒരാളെ പേരെടുത്ത് പറയാതെ മുസ്ലിമീങ്ങൾ സ്വർഗത്തിനാണ്, കുഫാറുകൾ നരകത്തിനാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ചവർ സ്വർഗത്തിനാണ്, അള്ളാഹുവിനെ ധിക്കരിച്ചവർ നരകത്തിനാണ് എന്ന് മൊത്തത്തിൽ പറയാം. പക്ഷെ ഒരാളെ പേരെടുത്ത് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളറിയുമോ, മുൻഗാമികൾ ശിർക്കിലായി ജീവിച്ച മനുഷ്യരെ കുറിച്ച് പോലും പറയുമ്പോൾ, വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ സൂക്ഷ്മത പാലിച്ചിരുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ ചീത്ത വിളിച്ച ഒരു നസറാനിയെക്കുറിച്ച് പറയുകയുണ്ടായി. അയാളുടെ മേൽ അള്ളാഹുവിൻ്റെയും മലായിക്കത്തിൻ്റെയും സകല പടപ്പുകളുടെയും ശാപമുണ്ടാകട്ടെ, അയാൾ അതിലായിട്ടാണ് മരിച്ചത് എങ്കിൽ. നോക്കൂ നിങ്ങൾ, ആ ഒരു നിബന്ധന വെച്ച് നോക്കി, അയാൾ അതിലായിട്ടാണ് മരിച്ചത് എങ്കിൽ. ഇതാണ് വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ പാലിക്കേണ്ട സൂക്ഷ്മത. ഒരു മുശിരിക്കായിട്ടാണ് ജീവിച്ചത് എങ്കിൽ പോലും നമുക്ക് അയാളെ വ്യക്തിപരമായി പരലോകത്തെ സ്ഥിതി പറയുമ്പോൾ നമ്മൾ എന്തു പറയും? അയാൾ അതിലായിട്ടാണ് മരിച്ചെങ്കിൽ അയാൾ പരലോകത്ത് നരകത്തിന്. എന്നാൽ ദുനിയാവിൽ ഇടപാടിലോ നമുക്ക് കണ്ടതേ നമ്മൾ സ്വീകരിക്കുള്ളൂ. ദുനിയാവിൽ നമുക്കറിയാവുന്ന മുശിരിക്കായി ജീവിച്ചൊരു മനുഷ്യൻ, മുസ്ലിമല്ല, അയാൾ ഒരു അമുസ്ലിമാണ്, ഒരു മുശിരിക്കാണ്, കാഫറാണ്. അയാൾ അങ്ങനെയാണ് ജീവിച്ചത്. അയാൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനൊരു മുസ്ലിമാണ് എന്ന്. നമ്മളൊരിക്കലും അയാൾ മരിച്ചാൽ ഇയാളെങ്ങാനും അവസാന ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയാളെ കുളിപ്പിക്കാനോ മൈത്തസ്കരിക്കാനോ മുസ്ലിമീങ്ങളുടെ മഖ്ബറയിൽ ഖബറടക്കാനോ നിൽക്കുകയില്ല. എന്തുകൊണ്ട്? അള്ളാഹു നമുക്ക് ലാഹിർ മാത്രമേ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളൂ, പുറമേക്കുള്ളത് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജികളുടെ നേതാവിനെ ഞാൻ തലവെട്ടിക്കോട്ടെ എന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ നിസ്കരിക്കുന്ന ആളായിരിക്കും. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എത്ര നിസ്കാരക്കാരുണ്ട്, ഉള്ളിൽ യാതൊരു നിസ്കാരവുമില്ല, പുറമേക്ക് മാത്രം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളുടെ ഹൃദയങ്ങൾ, നെഞ്ചകങ്ങൾ പിളർന്നു നോക്കാനോ അവരുടെ ഉള്ളു തുറന്നു നോക്കാനോ അള്ളാഹുവിനോട് കൽപ്പിച്ചിട്ടില്ല. ആര് പറയുകയാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ നെഞ്ച് പിളർന്നു നോക്കാൻ അള്ളാഹുവിനോട് കൽപ്പിച്ചിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, എന്താ പറയുക, പുറമേക്കുള്ളതനുസരിച്ച് നമ്മൾ നിലപാട് സ്വീകരിക്കുള്ളൂ. അയാൾ മുസ്ലിമായിട്ടല്ല ജീവിച്ച് നമുക്കറിയാം. അതുകൊണ്ട് അയാൾ അവസാന കാലത്ത് എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ദുനിയാവിലെ ഇടപാടുകളിൽ നമ്മൾ അയാളോട് മുസ്ലിമിൻ്റെ നിലപാടല്ല സ്വീകരിക്കുക, കാഫറിൻ്റെ നിലപാടാണ് സ്വീകരിക്കുക. അയാൾക്ക് നമ്മൾ മയ്യത്ത് നിസ്കരിക്കുകയില്ല, മുസ്ലിമുകളുടെ ഖബർസ്ഥാൻ അയാളെ ഖബറടക്കുകയില്ല. മുസ്ലിമിനോട് നേരെ തിരിച്ചു അങ്ങനെ തന്നെ. ഇയാളെങ്ങാനും അവസാനം കാഫറായിട്ട് മരിച്ചിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഒരു മുസ്ലിമിനെ നമ്മൾ അയാൾക്ക് മയ്യത്ത് നിസ്കരിക്കാതിരിക്കുമോ? ഇല്ല. പുറമേക്ക് മാത്രമേ അത് നോക്കാനേ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ നേരെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ടാകും. എന്ത് കാലം മുഴുവൻ മുശരിക്കായി ജീവിച്ച ഈ മനുഷ്യൻ ചിലപ്പോൾ അവസാന ഷഹാദത്ത് ചൊല്ലി മരിച്ചായിരിക്കും, പക്ഷെ നമ്മളറിഞ്ഞിട്ടില്ല. ഖലാസ്, നമുക്ക് ബാധ്യതയില്ല. പരലോകത്ത് അവൻ്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും, അള്ളാഹുവിനെ സ്വർഗത്തിലാക്കും. മുസ്ലിം ചിലപ്പോൾ ഗാഫറായി മരിച്ചിട്ടുണ്ടാവും, നമ്മളറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളുടെ ബാധ്യതയാണ്, മുസ്ലിമാണോ മയ്യത്ത് നിസ്കരിക്കുക, കുളിപ്പിക്കുക, അവൻ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ ഖബറടക്കുക. ഇത് ദുനിയാവിലെ സ്ഥിതിയാണ്. എന്നാൽ പരലോകത്ത് അവൻ്റെ സ്ഥിതിയെക്കുറിച്ച് ശ്രദ്ധിക്കുക. പരലോകത്ത് അവൻ്റെ സ്ഥിതിയെക്കുറിച്ച് വ്യക്തിപരമായി പറയുമ്പോൾ മൊത്തത്തിൽ മുശ്രിക്കുകൾ നരകത്തിനാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല, മുസ്ലിമീങ്ങൾ സ്വർഗത്തിനാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. പേരെടുത്ത് ഇന്ന മനുഷ്യൻ
പേരെടുത്ത് അയാൾ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ എന്ത് പറയുക? അയാൾ അതിനായിട്ടാണ് മരിച്ചത് എങ്കിൽ, അല്ലെങ്കിൽ പറയുക ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ കുറ്റമില്ല. ഒരു മുസ്ലിമിൻ്റെ പേരെടുത്ത് നമ്മൾ പറയുകയാണ്, നമ്മൾ പറയുക അയാൾ സ്വർഗത്തിലാണ് ഇൻഷാ അള്ളാഹ്, ഇൻഷാ അള്ളാഹ് അയാൾ സ്വർഗത്തിലാണ്. അതെന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലാണ്. അവിടെ നമ്മൾ അള്ളാഹുലേക്ക് കാര്യം ഏൽപ്പിച്ചു കൊടുത്തു. അല്ലെങ്കിൽ പറയുക അയാൾ അങ്ങനെയാണ് മരിച്ചത് എങ്കിൽ അയാൾ സ്വർഗത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വാക്കുകളാണ് പറയേണ്ടത്. അള്ളാഹുവും അവൻ്റെ റസൂലും അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാണ് അല്ലെങ്കിൽ നരകത്തിലാണ് എന്ന് പറഞ്ഞവരെ കുറിച്ച് ഒഴികെ ഇബ്ലീസ് അവൻ നരകത്തിലാണ്, അബൂലഹബ്, ഫിർഔൻ, അബൂജഹൽ തുടങ്ങിയവർ നരകത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലാണ് എന്ന് പറഞ്ഞവർ അല്ലെങ്കിൽ ഖുർആനിൽ നരകത്തിലാണ് എന്ന് വന്നവർ അവരെ വ്യക്തിപരമായ നരകത്തിലാണെന്ന് പറയണം, അങ്ങനെ പറയാവൂ. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാണെന്ന് പേരെടുത്ത് പറഞ്ഞവരുണ്ട്. അവർ സ്വർഗത്തിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതുപോലെ സ്വർഗം കൊണ്ട് ഒരൊറ്റ ഹദീസിൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി 6 സഹാബിമാർ, അതിനു പുറത്തുള്ള വേറെ പല സഹാബിമാരും, ബിലാൽ റളിയല്ലാഹു അൻഹു, അതുപോലെ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബിമാർ. ഇങ്ങനെ ആരൊക്കെ വന്നിട്ടുണ്ടോ, പേര് പറഞ്ഞു വന്നിട്ടുണ്ടോ, അവരെക്കുറിച്ച് നമ്മൾ അങ്ങനെ തന്നെ അവർ സ്വർഗത്തിനാണെന്ന് പറയണം. എന്നാൽ അല്ലാത്ത ആളുകളെക്കുറിച്ച് സുബ്ഹാനല്ലാഹ്, സഹാബത്തിൽ പോലും ശ്രദ്ധിക്കുക, സഹാബത്തിൽ പോലും പേര് പറയാത്ത ആളുകളെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുക? സഹാബത്ത് സ്വർഗത്തിലാണ് എന്നാണ് പറയുക. മനസ്സിലായില്ല? എന്താണ് പറയുക? സഹാബിമാർ സ്വർഗത്തിലാണ്, അങ്ങനെയാണ് പറയുക. സഹാബിമാർ സ്വർഗത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ പേരെടുത്ത് ഇന്ന ആൾ സ്വർഗത്തിലാണെന്ന് പറയുക ആരെക്കുറിച്ചാണ്? പേര് വന്നവരെ കുറിച്ചാണ്. മറ്റുള്ളവരെ കുറിച്ച് എന്താണ് അദബ്, ഇസ്ലാമിൻ്റെ മര്യാദ? സഹാബത്ത് സ്വർഗത്തിലാണ് എന്ന് പറയലാണ്. മനസ്സിലായില്ലേ? അത്രയും സൂക്ഷ്മത നമ്മൾ പാലിക്കും. കാരണം പരലോകത്തിൻ്റെ കാര്യം അള്ളാഹുവാണ് മാലിക് യൗമിദ്ദീൻ, അവൻ്റെ അവകാശമാണത്. അപ്പോൾ അങ്ങനെ മാത്രമേ പറ. ഇതിൽ എത്രയോ മുസ്ലിമീങ്ങൾക്ക് ഇന്ന് യാതൊരു സൂക്ഷ്മതയുമില്ല. അവന് പ്രിയപ്പെട്ട ആൾ മരിച്ചാൽ പറയും സ്വർഗത്തിൽ ഇങ്ങനെ പാറി നടക്കുന്നു, സ്വർഗത്തിൽ ഇങ്ങനെ നടക്കുന്നു എന്നിങ്ങനെ പറയുന്നത് കാണാം. പറഞ്ഞുകൂടാ. അതുപോലെ നോക്കൂ നിങ്ങൾ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ, ഉസ്മാൻ ബിനു മദ്ഊൻ ആരാണ്? അദ്ദേഹം മക്കയിൽ മദീനയിലേക്ക് ഹിജ്റ വന്ന സഹാബിയാണ്. അദ്ദേഹമാണ് മദീനയിലെ ഹിജ്റയ്ക്ക് ശേഷം ആദ്യം മരണപ്പെട്ട സഹാബി ഉസ്മാൻ ബിൻ മദ്ഊൻ. അദ്ദേഹം ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ എന്ന സഹാബി വനിതയുടെ അവരുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഉമ്മുൽ അലായിന് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ നന്നായി അറിയാം. ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ എന്ന മഹദിയായ ആ സ്ത്രീ ഉസ്മാൻ ബിൻ മദ്ഊൻ എന്ന സഹാബി മരണപ്പെട്ടപ്പോൾ പറയുകയാണ്, എനിക്ക് താങ്കളെക്കുറിച്ച് അറിയാവുന്ന കാര്യം അന്നല്ലാഹ ഖദ് അക്രമക്, അള്ളാഹു നിങ്ങളെ ആദരിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഏറെ ശ്രേഷ്ഠനായ ഒരു സഹാബിയെക്കുറിച്ച്, ഉസ്മാൻ ബിൻ മദ്ഊൻ. ആരാണ് പറയുന്നത്? ദീനിൽ നല്ല വിവരമുള്ള ഒരു സഹാബി വനിതയാണ് ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും, നിനക്കെന്തറിയാം? ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, പക്ഷെ എനിക്കറിയില്ല ഇദ്ദേഹത്തെ അള്ളാഹു എന്താണ് ചെയ്യാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയാണ്. ചില റിവായത്തിൽ കാണാം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, എനിക്കറിയില്ല മാ യഫ്അലുല്ലാഹു ബി, എന്നെ അള്ളാഹു എന്താണ് ചെയ്യാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, അത് വളരെ ശക്തമായ ഒരു പ്രയോഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയിലാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആ വിശദാംശങ്ങൾ നബിക്ക് അറിയിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നബി പറഞ്ഞ വാക്കായിരിക്കും അത്. അതായത് ഏത് റിവായത്ത് പ്രകാരം എന്നെ അള്ളാഹു എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കറിയുകയില്ല എന്ന നബിയുടെ വാക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞു നബിക്ക് ആ പരലോകത്തെ വിശദാംശങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നബി പറഞ്ഞതായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ റിവായത്തിൽ യാതൊരു സംശയവുമില്ല. നബി എന്താണ് പറഞ്ഞത്? ഉസ്മാൻ ബിൻ മദ്ഊൻ എന്താണ് അള്ളാഹു ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. ഉമ്മുൽ അലായിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു മനുഷ്യൻ യുദ്ധത്തിൽ ശക്തമായി പോരാടിയ മനുഷ്യൻ
അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞു ഫിന്നാർ, നരകത്തിലാണ് മരിക്കുന്നതിന് മുമ്പ്. സഹാബത്തിന് അജബ് തോന്നി. ഒരാൾ പിന്നാലെ ചെന്നു. അദ്ദേഹം യുദ്ധത്തിൽ മുറിവേറ്റ് അത് സഹിക്കാൻ പറ്റാതെ, വേദന സഹിക്കാൻ പറ്റാതെ സ്വന്തം വാള് നിലത്ത് വെച്ച് അതിന്മേൽ അമർന്ന് ആത്മഹത്യ ചെയ്തതാണ്. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ ഇത് കണ്ട് ഓടി വന്ന് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അയാൾ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം ഇങ്ങനെ ആളുകളുടെ അന്ത്യം നമുക്ക് അറിയുകയില്ല. പരലോകത്തെ കാര്യം നമുക്ക് അറിയുകയില്ല, അള്ളാഹു അറിയിച്ചു തന്നതല്ല. അതിൽ വളരെ വളരെ സൂക്ഷ്മത പാലിക്കണം. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഒരാളെ അങ്ങനെയാക്കി, അള്ളാഹു ഇങ്ങനെയാക്കി എന്നിങ്ങനെ പറയുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ ശ്രദ്ധിക്കണം. നോക്കൂ, നമുക്കറിയാം കുട്ടികൾ മരണപ്പെട്ടാൽ എന്താണ് അവരുടെ വിധി? സ്വർഗത്തിലാണ്. പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ ആണ് എന്നതാണ് സഹീഹ്. മുസ്ലിമീങ്ങളുടെ കുട്ടികളും കുഫാറുകളുടെ കുട്ടികളും ഏത് കുട്ടികളും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മൗലൂദിൻ യൂലദു അലാ അൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലാ അൽ ഫിത്ര, ഏത് കുട്ടിയും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലായിട്ടാണ്. പക്ഷേ നിങ്ങൾ അറിയുമോ, ഒരു കുട്ടി മരണപ്പെട്ടു, മുസ്ലിമീങ്ങളുടെ കുട്ടി മരണപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സ്വർഗത്തിൽ പാറി നടക്കുന്ന കുരുവി എന്ന് ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹ്ക്കറിയാം എന്താണിത് പ്രവർത്തിക്കുക എന്ന്, വലുതായിരുന്നെങ്കിൽ എന്ത് പ്രവർത്തിക്കുക എന്ന് അള്ളാഹ്ക്കാണ് അറിയുക എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തിപരമായി പേരെടുത്ത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട സൂക്ഷ്മതയാണ് ഇവിടെ എല്ലാമുള്ള പാഠം. മൊത്തത്തിൽ നമുക്കങ്ങനെ വിശ്വസിക്കാം. പക്ഷേ ഇന്ന വ്യക്തിപരമായി പറയുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്നതുപോലെയുള്ള മര്യാദയുള്ള വാക്കുകൾ പറയണം. വാക്കിൽ നീ ഏറ്റവും അദബ് പാലിക്കുക എൻ്റെ റബ്ബിനോട്. നീ ഏത് ആളെ, പടപ്പുകളിൽ ഏതാളെ ബഹുമാനിക്കുന്നതിനേക്കാളും ഉള്ള ബഹുമാനവും ആദരവും മഹത്വവും ആരെക്കുറിച്ചാണ് നിൻ്റെ മനസ്സിൽ വേണ്ടത്? അള്ളാഹുവിനെ കുറിച്ചാണ്, റബ്ബിനെ കുറിച്ചാണ്. ആ തഅലീം അതില്ലാത്തതാണ് എത്രയോ ആളുകളുടെ ഇന്നത്തെ കുഴപ്പം. മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകളുടെ പ്രശ്നം അതാണ്. അള്ളാഹുവിന് അവൻ യഥാർത്ഥ തഅലീം ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ മഹത്വം, റബ്ബിൻ്റെ വലിപ്പം അവൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിഷ്കരിക്കുകയും നോമ്പെടുക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന ആളുകൾ പോലും അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയോ പറയുന്നത് കാണാം. വാവിട്ട വാക്കുകൾ പലരും സംസാരിക്കുന്നത് കാണാം. അങ്ങനെ പറഞ്ഞുകൂടാ. വളരെ ശ്രദ്ധിക്കണം. ഇത് നോക്കൂ, നമ്മൾ മനസ്സിലാക്കുക, ഈ സിഫത്തുകൾ അള്ളാഹുവിൻ്റെ ഈ നമ്മളിപ്പോൾ പഠിച്ച അവൻ ഉപാധികളോടെ മാത്രം പഠിപ്പിച്ചിട്ടുള്ള സിഫത്തുകൾ, അഥവാ അവൻ തന്ത്രം പ്രയോഗിക്കും, പരിഹസിക്കും, കബളിപ്പിക്കും പോലെയുള്ള അവൻ്റെ സിഫത്തുകൾ ഉപാധികളോട് പറഞ്ഞതാണ്. അങ്ങനെ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കുന്നതിൽ നമുക്കുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? അതിലുള്ള പ്രധാനപ്പെട്ട പാഠമാണ് ഒന്ന്, അള്ളാഹുവിൽ ഉറച്ച പ്രതീക്ഷ, അവനിലുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടാകും. കാരണം നോക്കൂ, നമ്മൾ മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ മുസ്ലിമീങ്ങളോട് ചെയ്യുന്നത് കണ്ടാൽ മുസ്ലിമീങ്ങളെ കൊല്ലുന്നു, അവരുടെ നാടുകളിൽ നിന്ന് പുറത്താക്കുന്നു, അവരുടെ കുട്ടികളെ ഉപദ്രവിക്കുന്നു, അവരുടെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു. ഇങ്ങനെയുള്ള ഏതേത് കാര്യം കണ്ടാലും അള്ളാഹുവിൻ്റെ ഈ വിശേഷണങ്ങൾ നമുക്ക് സമാധാനമേകും. അള്ളാഹു ഏറ്റവും തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. എത്ര വലിയ കുതന്ത്രക്കാരുടെ കുതന്ത്രമാകട്ടെ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ തന്ത്രത്തിനു മുന്നിൽ ഒന്നുമല്ല. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തന്ത്രം പ്രയോഗിക്കുന്നവരാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വൈൻ തസ്ബിറു വതത്തഖു ലാ യദുറുക്കും കൈദുഹും ശൈഅ. നിങ്ങൾ ക്ഷമിച്ചാൽ, സൂക്ഷ്മത പാലിച്ചാൽ അവരുടെ കെയ്ത്, അവരുടെ കുതന്ത്രം നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കുകയില്ല. അവർ വലിയ തന്ത്രത്തിൻ്റെ ആളുകളാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നൂഹ് നബിയുടെ ജനതയെക്കുറിച്ച് പറഞ്ഞ എന്താണ്? മക്കറു മക്കറൻ കുബ്ബാറ, വലിയ തന്ത്രം പ്രയോഗിച്ചു എന്നാണ്. എന്നാൽ എന്തു സംഭവിച്ചു? സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഒരു മനുഷ്യനെ ബാക്കി വെക്കാതെ മുക്കി നശിപ്പിച്ച് കളഞ്ഞു. ചില അസറുകളിൽ കാണാം, മുൻഗാമികളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഹദീസ്, അതിൻ്റെ സിഹത്ത് പണ്ഡിതന്മാർ സിഹത്ത് സഹീഹല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുബ്ഹാനല്ലാഹ്, നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഇങ്ങനെ സംഭവിച്ചു എന്ന് പല ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും കാണാം. മുങ്ങി നശിക്കുമ്പോൾ ഒരു സ്ത്രീ
തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു എന്നാണ്. അതിനെ പൊക്കി 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 പിടിച്ച അവസാനം ഉമ്മയും കുഞ്ഞുമൊക്കെ മുങ്ങിയെന്നാണ്. ആ കുഫറിൽ അവർ അകപ്പെട്ടപ്പോൾ നൂഹ് അലൈഹിസ്സലാം ഇത്രയും കാലം അള്ളാഹുവിലേക്ക് വിളിച്ചിട്ട് അത് തള്ളിക്കളഞ്ഞപ്പോൾ അള്ളാഹു അവരിൽ ഒരു കുട്ടിയെ ബാക്കി വെച്ചില്ല, ഒന്നാകെ നശിപ്പിച്ചു. ആ കപ്പലിൽ കയറിയവരെ ഒഴികെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വില വെച്ചില്ല എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു വിലയും നൽകുകയില്ല, ഒരു വിലയും നൽകുകയില്ല. പഴയ കാലത്ത് സഹാബത്ത് പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ വിജയങ്ങൾക്കിടയിൽ വിദൂരമായൊരു നാട് കീഴടക്കുകയുണ്ടായി. ആ നാട് കീഴടക്കി അവിടെയുള്ള ആളുകളൊക്കെ തടവിലാക്കപ്പെട്ടു. ആ സമയത്ത് ഒരു സഹാബി കരയുകയാണ്. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഇസ്ലാമിന് അള്ളാഹു വിജയം നൽകിയ ദിവസം അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ നോക്കൂ ഈ ആളുകളെ, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അവർ എതിര് നിന്നപ്പോൾ റബ്ബ് അവർക്ക് ഒരു വിലയും നൽകിയില്ല. അതോർത്ത് അദ്ദേഹം കരയുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചാൽ അള്ളാഹു ഒരു വിലയും നൽകിയില്ല. നമ്മുടെ മുൻഗാമികളിൽ താബിഈങ്ങളിൽ ചിലർ കരഞ്ഞിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടു പോവുകയാണ്, എന്നെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുകയും വല യുബാലി, ഒരു കാര്യവുമാക്കാതെ എനിക്കൊരു വിലയും നൽകാതെ അള്ളാഹു എന്നെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞേക്കുമോ എന്നോർത്ത് ഞാൻ കരയുന്നതാണ് എന്ന് പറഞ്ഞു. കാരണം നമുക്ക് നമ്മുടെ മനസ്സിൽ നല്ല വിലയുണ്ടാവും, പക്ഷെ അള്ളാഹുവിൽ നമുക്ക് എന്ത് വിലയാണുള്ളത് എന്ന് നമുക്കറിയില്ല. ഉസ്മത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി, അദ്ദേഹം അവസാനം പ്രസംഗിച്ച പ്രസംഗങ്ങളിലൊന്നിൽ നമുക്ക് കാണാം, അഊദു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു, അൻ അകൂന ഫീ നഫ്സി അദീമൻ വഇൻദല്ലാഹി ഹഖീറൻ, എൻ്റെ മനസ്സിൽ ഞാൻ വലിയ ആളാവുക, അള്ളാഹുവിൽ ഞാൻ ഹഖീറാവുക, ഒരു വിലയുമില്ലാത്തവനായിത്തീരുക എന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അതുകൊണ്ട് എത്ര കുതന്ത്രം പ്രയോഗിച്ചാലും അള്ളാഹുവിൽ അത് ഒന്നുമല്ല. സാലിഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ ഒരു വിഭാഗം, കാന ഫിൽ മദീനത്തി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ എന്ന് അള്ളാഹു പറഞ്ഞ സൂറത്തു നംലിൽ പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. സാലിഹ് നബിയുടെ ജനതയിൽ 9 ആളുകളുണ്ടായിരുന്നു. യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ, ഭൂമിയിൽ കുഴപ്പം മാത്രം ഉണ്ടാക്കുന്ന, ഒരു നന്മയും ഉണ്ടാക്കാത്ത, അങ്ങേറ്റം പിഴച്ച ആ നാട്ടിൽ ഏറ്റവും തെമ്മാടികളായിരുന്നു 9 പേർ. അവരെന്തു പറഞ്ഞു? അവർ ഒരു പദ്ധതി ഇട്ടു. അവർ പറഞ്ഞു, സാലിഹിനെ നമുക്ക് കൊന്നുകളയാം, ആരും അറിയാതെ രാത്രി. എന്നിട്ടോ പിറ്റേന്ന് സാലിഹിൻ്റെ കുടുംബക്കാർ ചോദിച്ചാൽ നമുക്ക് പറയാം നമുക്കറിയില്ല എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, അവരെന്ത് ചെയ്തു? ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നു എന്നാണ്, സാലിഹ് നബിയെ കൊല്ലാൻ വേണ്ടി. പക്ഷേ നേരം പുലരുന്നതിന് മുമ്പ് ഒരു പാറ വന്ന് ആ ഗുഹയം കടഞ്ഞു. 9 പേരും അതിൽ കിടന്ന് മരിച്ചു. അള്ളാഹു അതേക്കുറിച്ചാണ് പറഞ്ഞത് സൂറത്തു നംലിൽ, വമക്കറു മക്ര, അവർ ഒരു കുതന്ത്രം പ്രയോഗിച്ചു. വമക്കറന മക്രൻ, നാം ഒരു തന്ത്രം പ്രയോഗിച്ചു. വഹും ലാ യശ്ഉറൂൻ, അവരറിഞ്ഞില്ല. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ഫൻദുർ കൈഫ കാന ആഖിബതു മക്രിഹിം, ഫൻദുർ, നീ നോക്കൂ, കൈഫ കാന ആഖിബതു മക്രിഹിം, അവരുടെ തന്ത്രത്തിൻ്റെ അനന്തരഫലം എന്തായി. ഇൻ അന്ന ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ, നാം അവരെ നശിപ്പിച്ചു, അവരുടെ ജനതയും ഒന്നാകെ നശിപ്പിച്ചു. സാലിഹ് അലൈഹിസ്സലാമിൻ്റെ ജനത എന്താണ് അവർ ചെയ്തത്? സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്തു കളഞ്ഞു. സാലിഹ് നബി പറഞ്ഞു, നിങ്ങൾക്ക് 3 ദിവസം സമയം, 3 ദിവസം സമയം. ഈ 3 ദിവസം ആയാൽ, 3-ാമത്തെ ദിവസമായാൽ നിങ്ങൾക്കുള്ള ശിക്ഷ വരും, ഉറപ്പാണ്, തീരുമാനിക്കപ്പെട്ടു. തഫ്സീറുകളിൽ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആദ്യത്തെ ദിവസം അവരുടെ ശരീരത്തിൻ്റെ നിറം മഞ്ഞ നിറമായി എന്ന്, കൗമിൻ്റെ ഒന്നാകെ. 2-ാമത്തെ ദിവസം ഒക്കെ ചുവന്നു, 3-ാമത്തെ ദിവസം കറുത്തു എന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു എന്നാണ്. 3 ദിവസം നബി പറയും, ശിക്ഷ ഉറപ്പായി, കാരണം നിങ്ങൾ അറുത്ത് കളഞ്ഞു. 3 ദിവസം കൊണ്ട് എന്തായിരിക്കും കൗമിൻ്റെ സ്ഥിതി? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ശിക്ഷ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പായിരിക്കുകയാണ്. ഒന്നാകെ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചാൽ, റബ്ബിൻ്റെ ശിക്ഷ വന്നാൽ ഒരു കുട്ടിക്കൊരു വില ഉണ്ടാവുകയില്ല, ഒരാൾക്കും അവരുടെ സമ്പത്തോ അധികാരമോ ഒന്നും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. നോക്കൂ, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ത്രം പ്രയോഗിച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ശത്രുക്കളുടെ, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കുതന്ത്രവും അക്രമവും എവിടെ എത്തിയാലും, അത് ലോകത്തെ ആകെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായാലും, നിങ്ങൾ നോക്കൂ, യഹൂദികളുടെ ക്രൂരത അത് കണ്ട് മുസ്ലിമീങ്ങളല്ലാത്തവർ കരഞ്ഞു പോകുന്ന രൂപത്തിൽ ക്രൂരത കാണിക്കാൻ. ഒരു ഖാഫറായ ഒരു മനുഷ്യൻ, ഇയാൾ ഏതൊരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലിരുന്ന് ഉച്ചത്തിൽ പറയുകയാണ്, എന്ത്,
ഈ യഹൂദികളുടെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ എന്താണ് ആ നജസ്, അയാളെ നരകത്തിലിട്ട് ദൈവം കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇയാൾ പരസ്യമായി. മുസ്ലിം അല്ലാത്തൊരു മനുഷ്യൻ കരഞ്ഞുകൊണ്ട്. മുസ്ലിമീങ്ങളല്ലാത്ത മനുഷ്യരുടെ പോലും ഹൃദയം വേദനിക്കുന്ന രൂപത്തിൽ ക്രൂരതകൾ, അവരുടെ ക്രൂരതകൾ അത്തരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിലും അള്ളാഹു റബ്ബുൽ ആലമീൻ മുകളിലുണ്ട് എന്നത് മറക്കാതിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ദിവസങ്ങൾ തിരിച്ചു കൊണ്ടുവരും. ഇത് നമ്മൾ വിശ്വസിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ നോക്കിയവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, വഇദ് യംകുറു ബിക്കല്ലദീന കഫറു, നബിയെ താങ്കളോട് കാഫറുകൾ തന്ത്രം പ്രയോഗിച്ച സന്ദർഭം, ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക, താങ്കളെ ഒന്നുകിൽ പിടിച്ചു വെക്കാൻ, അല്ലെങ്കിൽ കൊല്ലാൻ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ. മക്കയിലെ ഖുറൈശികൾ അവർ കൂടിയാലോചന നടത്തിയെന്നാണ്. കൂടിയാലോചന നടത്തി മുഹമ്മദിനെ എന്തു ചെയ്യണം. അപ്പോൾ പല അഭിപ്രായങ്ങൾ വന്നു. ചിലർ പറഞ്ഞു നമുക്കിവിടെ പിടിച്ചു വെക്കാം, ചിലർ പറഞ്ഞു പുറത്താക്കാം. അപ്പം നജറാനിൽ നിന്നുള്ള ഒരു വലിയ ഷെയ്ഖിൻ്റെ, ഒരു പ്രായമേറിയ ആളുടെ രൂപത്തിൽ ഇബ്ലീസ് നേരിട്ട് മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നാണ്. ഇബ്ലീസ് നേരിട്ട് നജറാനിൽ നിന്ന് വന്ന വലിയൊരു ഷെയ്ഖിൻ്റെ രൂപത്തിൽ. എന്നിട്ട് ഒടുവിൽ അഭിപ്രായം ഉയർന്നു, എന്ത്, കൊന്നുകളയാം. എങ്ങനെ കൊല്ലണം? ഓരോ ഗോത്രത്തിൽ, അറബ് ഗോത്രത്തിലെ ഓരോരുത്തരെ, ഓരോ ചെറുപ്പക്കാരെ നമ്മളിതിന് നിയോഗിക്കുക, എല്ലാവരും കൂടി കൊല്ലുക. അപ്പോൾ ബനു ഹാഷിം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രത്തിന് പകരം ഇന്ന ആളെ കൊല്ലണം എന്നാവശ്യപ്പെടാൻ കഴിയില്ല. എല്ലാ ഗോത്രത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ ദിയ കൊണ്ട് ബ്ലഡ് മണി തന്നാൽ മതി, നഷ്ടപരിഹാരം തന്നാൽ മതി എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൊള്ളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന അഭിപ്രായം ഉയർന്നു. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, ഇതാണ് ശരിയായ അഭിപ്രായം, ഏറ്റവും നല്ല അഭിപ്രായം. അങ്ങനെ അതിൽ യോജിച്ചു. അവരുടെ ദാറുൻ നദ്വ എന്ന് പറഞ്ഞ അവർ യോഗം കൂടുന്ന സ്ഥലത്ത് ഇതിനു വേണ്ടി യോഗം കൂടി എന്നാണ്. അതേക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വഇദ് യംകുറു ബിക്കല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക, നബിയെ താങ്കളെ ഇവിടെ ബന്ധനസ്ഥനാക്കാൻ, അല്ലെങ്കിൽ കൊല്ലാൻ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ കുഫാറുകൾ തന്ത്രം പ്രയോഗിച്ചപ്പോൾ, വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹു ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവരാണ്. അവർ ഒന്നാകെ വീട് വളഞ്ഞിട്ട് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർക്കിടയിലൂടെ നബി ഇറങ്ങിപ്പോയി എന്നാണ്. ഒരു നുള്ളു മണ്ണെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു. ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞു, ഒരാളും കണ്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലൂടെ ഇറങ്ങിപ്പോയി. അള്ളാഹു അവരുടെ കണ്ണുകൾ മറച്ചു കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ച ആ മക്കയിൽ രണ്ടാമത് അവർക്കെല്ലാം മുകളിലായി പ്രവേശിക്കുകയും ചെയ്തു. അള്ളാഹു പറഞ്ഞതുപോലെ, വഅന്നല്ലാഹ മൂഹിനു കൈദിൽ കാഫിരീൻ, അള്ളാഹു കാഫിറുകളുടെ തന്ത്രം അത് ദുർബലപ്പെടുത്തുന്നവനാണ്, അത് നശിപ്പിക്കുന്നവനാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞു, വഅന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ, വഞ്ചകന്മാരുടെ തന്ത്രം അള്ളാഹു അതിൻ്റെ വഴിക്കെത്തിക്കുകയില്ല. നോക്കുക, ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട, മുഅ്മിനീങ്ങൾ അവർ നേരായ വഴിയുടെ ആളുകളാണ്. കുഫാറുകളും മുശ്രിക്കുകളും ഏതെല്ലാം കുതന്ത്രങ്ങളും എന്തെല്ലാം പദ്ധതികളും ഒരുക്കട്ടെ, അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഒരു ഇല നീക്കാൻ എത്ര വലിയ കുതന്ത്രക്കാരനും സാധിക്കുകയില്ല. നമ്മൾ കേൾക്കാറ്, ദിനേ നമ്മൾ വായിക്കാറില്ലേ, ഇത് യഹൂദരുടെ ഇന്ന ഒരു പ്ലാനിൻ്റെ ഭാഗമാണ്, അവർ 50 കൊല്ലത്തെ പ്ലാൻ തയ്യാറാക്കുന്നവരാണ്. ആളുകൾ പറയാറ് ശരിയായിരിക്കും, 50 കൊല്ലത്തെ പദ്ധതി തയ്യാറാക്കുക, ഓരോ രാജ്യത്തും ഏതൊക്കെ ഭരണാധികാരികൾ വരണം, അതിന് വരെ ഈ ഖൗമിന് പ്ലാൻ ഉണ്ട്. നീ എന്ത് കുതന്ത്രം കാണിച്ചോളൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു ദിനം വരും എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ദീൻ എല്ലാ വീടുകളിലും പ്രവേശിപ്പിക്കുന്ന, ഒബറിൻ്റെയോ മദറിൻ്റെയോ മണ്ണ് കണ്ടുണ്ടാക്കിയതോ അല്ലാത്തതോ ആയ വീടാകട്ടെ, എല്ലാ വീട്ടിലും ഈ ദീൻ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബിഇസ്സി അസീസിൻ വദുല്ലി ദലീൽ, പ്രതാപമുള്ളവൻ ആ പ്രതാപമുള്ളവനായി നിൽക്കും, ഈ ദീൻ സ്വീകരിക്കാതെ നിന്ദത സ്വീകരിച്ചവൻ നിന്ദനായി തീരും. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ വിജയിപ്പിക്കുന്നതാണ്. അപ്പോൾ നോക്കൂ, റബ്ബ് അവനിലുള്ള വിശ്വാസം, അവനുള്ള ഉറപ്പ് നമുക്ക് ഈ സിഫത്തുകൾ പഠിക്കുമ്പോൾ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് അവസാനമായി മനസ്സിലാക്കാനുള്ളത്, പിഴച്ച കക്ഷികൾ നമ്മൾ മുമ്പ് ഉള്ള സിഫത്തുകളെ പറഞ്ഞതുപോലെ ഈ സിഫത്തുകളെയും അംഗീകരിച്ചിട്ടില്ല. കാരണം അവർക്കുണ്ടായ ന്യായം പൊതുവെ തന്ത്രം, പരിഹാസം, കബളിപ്പിക്കുക എന്നതൊക്കെ മോശക്കാരായ ആളുകൾക്ക് തെറ്റിന് മാത്രമേ പറയാറുള്ളൂ എന്നതാണ്.
അതുകൊണ്ട് പലരും അത് തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വിശ്വസിക്കുന്നത് അള്ളാഹു കബളിപ്പിക്കും, അള്ളാഹു തന്ത്രം പ്രയോഗിക്കും, അതുപോലെ അള്ളാഹു പരിഹസിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ ഉപാധികളോട് അഥവാ അതിന് അർഹതപ്പെട്ടവരോട് അള്ളാഹു അങ്ങനെ ചെയ്യുമെന്ന് തന്നെയാണ്. അള്ളാഹുവിന് യോജിച്ച അർത്ഥത്തിൽ. പക്ഷേ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ആ സിഫത്തുകളുടെ അർത്ഥം അതങ്ങനെ തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ പിഴച്ച കക്ഷികൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു അതിൻ്റെ അർത്ഥം അള്ളാഹു ശിക്ഷിക്കും എന്നാണ്. അള്ളാഹു ശിക്ഷിക്കും എന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം. അല്ല, നമ്മൾ പറയുന്നല്ല, ശിക്ഷിക്കുക എന്നത് വേറെയാണ്. ശരിയാണ്, ശിക്ഷ അതിൻ്റെ ലാജിമായ കാര്യമാണ്. അള്ളാഹു തന്ത്രം പ്രയോഗിച്ചാൽ ആ തന്ത്രത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു അവരെ ശിക്ഷിക്കുക എന്നത്, അത് ശരിയാണ്. പക്ഷെ ആ തന്ത്രം തന്നെ ശിക്ഷയാണ് എന്നല്ല. അത് അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ അവൻ്റെ സിഫത്ത് തന്നെയാണ്. പക്ഷെ അതിന് അർഹതപ്പെട്ടവരോട് ഏറ്റവും നല്ല അർത്ഥത്തിൽ മാത്രമേ അള്ളാഹുവിന് അതുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഏറ്റവും നല്ല അർത്ഥത്തിൽ മാത്രമേ തന്ത്രം, പരിഹാസം, അതുപോലെ കബളിപ്പിക്കുക എന്ന സിഫത്തുകൾ അള്ളാഹുവിനുള്ളൂ. മോശമായ അർത്ഥത്തിൽ ഒരിക്കലും റബ്ബിന് അത് ഇല്ല. അങ്ങനെയാണ് നമ്മൾ ഈ സിഫത്തുകളെ മനസ്സിലാക്കേണ്ടത്, അതിൽ വിശ്വസിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സിഫത്തുകൾ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ, അഹ്ലുസുന്നത്തിൻ്റെ പാതയിൽ ജീവിച്ചു മരിക്കാൻ എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.